ശ്രീലക്ഷ്മി പറയുകയാണ്. ഏതായാലും സാറ് സമയത്ത് വന്നില്ല എങ്കിലും ദേവി നമ്മളെ അനുഗ്രഹിച്ചു, പ്രത്യേകിച്ച് എന്നെ. ഓ അതെയോ, വളരെ സന്തോഷം. ദേ നോക്കിയേ, സാർ ഇട്ട് തരേണ്ട കുങ്കുമം എങ്ങനെയോ എന്റെ നെറ്റിയിൽ വന്ന് പതിഞ്ഞു. എങ്ങനെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പിന്നീട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ശ്രീലക്ഷ്മി. സംഗതി എന്തായാലും എന്റെ മനസ്സിന്റെ ആഗ്രഹം പോലെ സാറ് വന്ന് എന്റെ നെറുകിൽ സന്തൂരം ചാർത്തി. ഇനി ഞാൻ തന്നെ ഇത് അബോധമായിട്ടാണോ അണിഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ പ്രണയം സത്യമാണ് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? എനിക്ക് വളരെ സന്തോഷമായി സാർ, സത്യം. അന്നേരമാണ് ജ്യോത്സ്യൻ അടുത്തേക്ക് വരുന്നത്. എന്നോട് ക്ഷമിക്കണം സാർ, മാപ്പ് എന്ന് പറഞ്ഞ് രവിവർമ്മന്റെ കാലിൽ വീഴുകയാണ് ജ്യോത്സ്യൻ. എന്തായത്, നിങ്ങളാരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സാറിനോടും ഈ കുട്ടിയോടും ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് സാർ ഈ സ്കൂട്ടർ ആക്സിഡന്റ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന മകൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോഴാണ് നിങ്ങളെ രണ്ടുപേരെയും കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദേവി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത തെറ്റിന് വേണ്ടി ഇവിടെ എത്തിയതെന്ന്. രവിവർമ്മൻ പറയുകയാണ്. അല്ല സുഹൃത്തെ, നിങ്ങളെ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളെ കാണുമ്പോൾ ഒരു പൂജാരിയോ ജ്യോത്സ്യനോ ആണെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾ ഈ പെൺകുട്ടിയോടും എന്നോടും എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പറയാം സാർ, നിങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ ജാതകം തിരുത്തിയ ജ്യോത്സ്യനാണ് ഞാൻ. അത് കേട്ട് ആകെ അന്തം വിടുകയാണ് ശ്രീലക്ഷ്മിയും രവിവർമ്മനും. ജാതകം തിരുത്തുകയോ, എങ്ങനെ എന്ന് ചോദിക്കുകയാണ് രവിവർമ്മൻ. അതെ സാർ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതകങ്ങൾ ഉത്തമ ജാതകങ്ങൾ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുപോലെ ചേർച്ചയുള്ള ജാതകങ്ങൾ തന്നെ അപൂർവമാണ്. പക്ഷേ അതിൽ ഒരു സ്ത്രീ പെൺകുട്ടിയുടെ ജാതകം തിരുത്താൻ എന്റെ കൈവശം കൊണ്ടുവന്നു. ഒരു സ്ത്രീയോ? അതെ സാർ, എനിക്ക് അവരുടെ പേരറിയില്ല. പക്ഷേ ആളെ കണ്ടാൽ അറിയാം. അവരാണ് ഈ കുട്ടിയുടെ ജാതകം തിരുത്താൻ എനിക്ക് കൈനിറയെ കാശ് തന്നത്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ? എനിക്കിതൊക്കെ കേട്ടിട്ട് എന്തോ ഒരു തരം തമാശ പോലെ തോന്നുന്നു. തമാശയല്ല സാർ, നടന്ന സത്യമാണ്. അല്ലെങ്കിലും ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ല, തെറ്റ് ചെയ്യുകയും ഇല്ല. മുൻപും ഇപ്പോഴും ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഈ കാണുന്നത്. ഒപ്പം അത്യാസന്ന നിലയിൽ കിടക്കുന്ന എന്റെ മകളും. ഞാൻ ഈ പറഞ്ഞ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും പറയാം സാർ. ഞാൻ ഈ ചെയ്ത തെറ്റിന് സാറ് തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. അന്നേരം രവിവർമ്മ മനസ്സിലാലോചിക്കുകയാണ്. ഇയാളെ അമ്മയുടെ മുൻപിൽ കൊണ്ടുപോയി സത്യം പറയിപ്പിക്കണം. എന്നാലേ അമ്മയുടെ ഇപ്പോഴുള്ള സങ്കടം മാറുകയുള്ളൂ. അന്നേരം സുദർശൻ ഒരു ഓട്ടോ വിളിക്കുകയാണ്. എന്നിട്ട് സരോജത്തോട് പറയുകയാണ്, നീ പോയി മോളെ വിളിച്ചുകൊണ്ട് വാടി. സരോജ അമ്മ ചെന്ന് പറയുകയാണ്, മോളെ വാ, ദേ ഓട്ടോ കാത്തു നിൽക്കുന്നു. രവിവർമ്മൻ പറയുകയാണ്, ശരി എന്നാ ശ്രീലക്ഷ്മി പൊയ്ക്കോളൂ, ഞാൻ വിളിക്കാം. പിന്നീട് രവിവർമ്മൻ ജ്യോത്സ്യനോട് പറയണം, താൻ എന്റെ കൂടെ വാ, തനിക്കുള്ള ശിക്ഷ എന്റെ അമ്മ തീരുമാനിക്കും. അതിനുശേഷം ജ്യോത്സ്യനെയും കൂട്ടി പോവുകയാണ് രവിവർമ്മൻ. അവിടെ ഗായത്രിയമ്മയുടെ അടുത്ത് സാന്ദ്ര എത്തുകയാണ്. അമ്മേ നമസ്കാരം. സാന്ദ്രയെ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോൾ മുന്നിൽ ചെന്ന് നിന്നിട്ട് സാന്ദ്ര പറയുകയാണ്, സോറി, നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മ ഡൗൺ ആണെന്ന്. സോറി അമ്മ, വിവാഹം മുടക്കാൻ ശ്രമിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒടുവിൽ ശ്രീലക്ഷ്മിക്ക് അനുകൂലമായിട്ടാണ് എത്തുന്നത്. ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല. അവരുടെ പ്രേമം സത്യമുള്ളതാണ് സാന്ദ്ര. അതുകൊണ്ട് ദൈവം പോലും ശ്രീലക്ഷ്മിക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. അത് ശരിയാണമ്മ, പക്ഷേ രവിവർമ്മൻ സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വിവാഹം ഏതു വിധേനയും തടയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് രവിവർമ്മൻ സാറിന്റെ ജീവനല്ലേ വലുത്. അപ്പോൾ ശ്രീലക്ഷ്മി ഈ വീട്ടിൽ മരുമകളായി വരാൻ പാടില്ല. അതിനേതറ്റം വരെയും ഞാൻ ശ്രമിക്കും. അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായാൽ മാത്രം മതി. സപ്പോർട്ടൊക്കെ ഉണ്ട്. രവിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഈ വിവാഹം മുടങ്ങേണ്ടത് ആവശ്യവുമാണ്. എന്ന് വെച്ച് മോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഒടുവിൽ ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അത് രവിക്കും എനിക്കും താങ്ങാൻ പറ്റില്ല മോളെ. ഈ വിവാഹം മുടങ്ങിയാലും കുട്ടികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. അമ്മ വിഷമിക്കേണ്ട. ആർക്കും ഒന്നും സംഭവിക്കാതെ തന്നെ ഈ വിവാഹം ഞാൻ മുടക്കിത്തരാം. ഇത് സാന്ദ്രയുടെ ഉറപ്പാണ്, വിശ്വസിക്കണം പ്ലീസ്. ശരി മോളെ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. എന്റെ സപ്പോർട്ട് കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഞാനൊന്ന് പോയി കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഗായത്രിയമ്മ പോയ ശേഷം സാന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ ക്ഷീണം മനസ്സിനാണ്. ഞാനിവിടെ തളർന്നു തകരുന്നത് മനസ്സിലാണമ്മേ. ആ തകർച്ചയും തളർച്ചയും എനിക്ക് മാറ്റിയേ പറ്റൂ. സാന്ദ്ര തോൽക്കില്ല, അമ്മയ്ക്ക് വിശ്വസിക്കാം. പിന്നീട് കാണിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ വീടാണ്. അവിടെ സരോജമ്മ പറയുകയാണ്, അതെ ശ്രീയുടച്ച, പൂജയൊക്കെ നന്നായി നടന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ കൂടുതൽ ആലോചിക്കണോ? എന്തെങ്കിലും വഴി കരിക്കോത്തി അമ്മ തന്നെ കാണിച്ചു തരുമെന്ന് തോന്നുന്നില്ലേ നിനക്ക്? ദേഷ്യപ്പെട്ട് സുദർശൻ ചോദിക്കുകയാണ്. അതെങ്ങനെ പൂജ നന്നായിട്ട് നടക്കും? സാർ എന്ന മനുഷ്യൻ ഇവരുടെ നെറുകയിൽ കുങ്കുമം തൊട്ടാലല്ലേ പൂജ പൂർണ്ണമാകൂ. എന്നിട്ട് അതാണോ അവിടെ നടന്നത്? അല്ലല്ലോ. അയ്യോ എന്റെ ഭഗവാനെ, നമ്മൾ വന്നപ്പോൾ മോളുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ടിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. പിന്നെന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം? ഓ ഫസ്റ്റ്, അവൾ അവിടെ ഇരുന്ന് ഉറങ്ങിയപ്പോൾ രവിവർമ്മൻ സാർ സ്വപ്നവിമാനത്തിൽ വന്ന് അവളുടെ നെറ്റിയിൽ കുങ്കുമം ഇട്ടിട്ട് തിരിച്ചുപോയി. നീ അപ്പാടെ അതങ്ങ് വിശ്വസിച്ചു. അമ്പലമായതുകൊണ്ടാണ് ഞാൻ അപ്പോഴൊന്നും മിണ്ടാതിരുന്നത്. ഓ അത് കൊള്ളാം, നിങ്ങൾക്കത് രവിവർമ്മൻ സാറ് ഇട്ടുകൊടുത്തതാണെന്ന് വിശ്വാസം വന്നില്ലെങ്കിൽ ഇപ്പോൾ പറയാത്തതെന്താ? സാറ് വന്നപ്പോൾ നമുക്കൊന്നുകൂടി ഇടിയിക്കാമായിരുന്നല്ലോ. എന്തിനെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് സുദർശൻ. ഇടി, അവരുടെ സ്വന്തം കാര്യത്തിന് പോലും സമയത്തിനെത്താൻ കഴിയാത്ത ഒരാള്, അങ്ങനെ ഒരാൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ മെനക്കെടണോ?
ഈ പൂജ മനഃപൂർവ്വം മുടക്കാൻ ആ ഗായത്രിയമ്മ രവിസാറിനെ മനഃപൂർവ്വം പറഞ്ഞയക്കാത്തതായിരുന്നു. അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പെട്ടെന്ന് നോ എന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി. അച്ഛന്റെ ആ തോന്നൽ തെറ്റാണ്. വെറുതെ ഓരോന്ന് ഊഹിച്ചു പറയരുത്. ഓ, തുടങ്ങിയല്ലോ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ. നീ വാ തുറന്നില്ലല്ലോ എന്ന് ഞാൻ ഇപ്പോൾ വിചാരിച്ചതേയുള്ളൂ. ഇത് ന്യായീകരണം അല്ലച്ച, സത്യമാണ്, സത്യം മാത്രം. സോറി, ഞങ്ങളുടെ മുന്നിൽ മാന്യനാണെന്ന് കാണിക്കാൻ ഇനിയും അദ്ദേഹത്തെ നീ വെള്ളപൂശണമെന്നില്ല. അതെങ്ങനെ? അച്ഛന്റെ പഴയ മോളല്ലല്ലോ നീ. രവിവർമ്മ സാറിന്റെ പ്രിയ ഭക്തനല്ലേ. പ്ലീസ് അച്ഛ, അച്ഛനൊന്ന് നിർത്തുമോ? ഇന്നലെ രാത്രി മുതൽ ഞാൻ കാണുന്നതാണ് നിങ്ങളുടെ ഈ വഴക്കും സംശയങ്ങളും. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. രവി സാർ അമ്പലത്തിൽ താമസിച്ചു വന്നതാണ് അച്ഛന്റെ ഇപ്പോഴത്തെ പ്രശ്നം. ജാതകം ചേരാത്തത് കൊണ്ട് വിവാഹം വേണ്ടെന്ന് വെക്കണമെന്ന് രവിസാറിന്റെ അമ്മ പറഞ്ഞതായിരുന്നു അച്ഛന്റെ ഇന്നലത്തെ പ്രശ്നം. എന്താ, ശരിയല്ലേ? എന്നാൽ ഇനിയെങ്കിലും കേട്ടോളൂ. ജാതകം ചേരില്ല എന്നുള്ളത് അച്ഛൻ വിശ്വസിക്കുന്നത് പോലെ ഈശ്വരന്റെ തീരുമാനം അല്ല. എന്റെയും രവിസാറിന്റെയും കല്യാണം മുടക്കാൻ ആരോ എന്റെ ജാതകം തിരുത്തിയതാണ്. ഇപ്പൊ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ജാതകം തിരുത്തിയ ജ്യോത്സ്യൻ രവിസാറിന്റെയും എന്റെയും മുൻപിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പിന്നീട് അമ്പലത്തിൽ ജ്യോത്സ്യം വന്ന കാര്യങ്ങളൊക്കെ ശ്രീലക്ഷ്മി പറയുകയാണ്. പെട്ടെന്ന് സരോജാമ്മ പറയാണ്, ശരിയാ ശ്രീടച്ച, ഞാനും കണ്ടതാ അയാളെ. അപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു, ആരാ അയാളെ കൊണ്ട് ഈ മഹാപാപം ചെയ്യിച്ചതെന്ന്. അത് നമ്മൾ സൂചിപ്പിച്ചമ്മേ, ഒരു സ്ത്രീ എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. ആണോ? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. അതാരാ നീ ഉദ്ദേശിച്ചെന്ന് ശ്രീടച്ചൻ ചോദിക്കുകയാണ്. അന്നേരം സരോജാമ്മ പറയുകയാണ്, അപ്പുറത്തെയാ ഉണ്ണിമോളും ലതയും. ഞാനേ വെള്ളം കോരാൻ ചെല്ലുമ്പോഴൊക്കെ അവർക്ക് രണ്ടാൾക്കും മോളുടെ ജാതക പൊരുത്തം എത്രയുണ്ടെന്ന് അറിഞ്ഞേ പറ്റുള്ളായിരുന്നു. ആ, മണ്ടത്തരം പറയാതെ സരോജം. രവിസാറിന്റെ വീട്ടിലിരിക്കുന്ന ജാതകം ഇവിടെയുള്ള ലതികയും ഉണ്ണിമോളും എങ്ങനെ മാറ്റാനാണ്? ആ, അത് നേരാണല്ലോ. അതിപ്പോ ആളാരായാലും സംഗതിയെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. അത് മതി നമുക്ക്. ഇല്ലമ്മേ, അച്ഛന്റെ സംശയം കൂടിയിട്ടേ ഉള്ളൂ. ആക്ച്വലി രവിസാറിന്ന് താമസിച്ചു വന്ന കാര്യം പോലും അച്ഛൻ ഇതുവരെ ബോധ്യമായിട്ടില്ല. അതെ അച്ഛ, ഇന്നായിരുന്നു രാജനന്ദിനി മാഡത്തിന്റെ ആണ്ടുബലി. ബലിയിടുന്ന ആൾ അന്നേ ദിവസം വേറെ ശുഭകാര്യങ്ങൾക്ക് പങ്കെടുത്തുകൂടാ എന്ന് തിരുമേനി പറഞ്ഞിരുന്നു. അതാണ് താമസിച്ചു പോയി എന്ന് സാർ അപ്പോൾ പറഞ്ഞതിന്റെ യഥാർത്ഥ കാരണം. സരോജമ്മ പറയണം, ഓ, അപ്പോ അതാണ് കാരണം. ശ്രീടച്ചൻ കണ്ടല്ലോ, എല്ലാം വെറും തെറ്റിദ്ധാരണകളാണ്. നമുക്കിഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ മോള് ചെയ്യില്ല. ഉറപ്പെന്ന് പറയുകയാണ് സരോജാമ്മ. അതെ അച്ഛ, അച്ഛന്റെ ഈ മോള് ഇപ്പോഴും ആ പഴയ ശ്രീലക്ഷ്മി തന്നെയാണ്. അച്ഛൻ കഴിഞ്ഞുള്ളൂ എനിക്ക് ഈ ലോകത്താരും. ഇനിയെങ്കിലും അത് വിശ്വസിക്കണം പ്ലീസ് എന്ന് തൊഴുതുകൊണ്ട് പറയുകയാണ് ശ്രീലക്ഷ്മി. പിന്നീട് രാജാറാം രാജ്മോഹനോട് പറയുകയാണ്, മിസ്റ്റർ രാജ്മോഹൻ, എല്ലാം രേഖ മേഡം പറഞ്ഞതുപോലെ തന്നെ പ്ലാൻ ചെയ്യണം. ലാസ്റ്റ് ടൈം സംഭവിച്ചതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഇല്ല സാർ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇനി അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ താൻ ഈ വെഡിങ് എന്നല്ല ഒരു വെഡിങ്ങും പ്ലാൻ ചെയ്യില്ല. സോറി സാർ. ആ, എവിടെയാ മോഡൽ ഫോട്ടോസ് ഒക്കെ? പിന്നീട് ഗായത്രിയുടെ അമ്മയുടെ അടുത്തേക്ക് സാന്ദ്ര എത്തുകയാണ്. അമ്മേ, എനിക്കൊരു കാര്യം സംസാരിക്കാൻ ഉണ്ടായിരുന്നു. എന്താ മോളെ? അമ്മേ, ഈ വിവാഹം മുടക്കുന്നതിന് പിന്നിൽ ഞാനാണെന്ന് രവിസാറ് അറിയുമോ എന്നെനിക്കൊരു സംശയം. സംശയമോ? അതെ, ഈ വിഷയം ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും അല്ലാതെ മറ്റൊരാൾക്കും അറിയില്ലല്ലോ. അതിന് പറയുന്നത് കൊണ്ട് അമ്മയ്ക്കൊരു വിഷമവും തോന്നരുത്. പിന്നീട് എപ്പോഴെങ്കിലും അമ്മയ്ക്കൊരു കുറ്റബോധം തോന്നിയാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഞാനാണെന്ന് അമ്മ രവിവർമ്മ സാറിനോട് പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണം. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് ഒടുവിൽ ഞാൻ കുറ്റവാളിയാകരുത് എന്ന് സാരം. അന്നേരം അവിടേക്ക് ജ്യോത്സ്യനെയും കൂട്ടി രവിവർമ്മൻ എത്തുകയാണ്. രാജാറാം ചെന്ന് ചോദിക്കുകയാണ്, ഇതാരാ രവി? ഇത് വഴിയിൽ വീണ് കിട്ടിയ മനുഷ്യനാണ്. അമ്മയുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ദൈവം എന്റെ മുന്നിലേക്ക് നൂല് കെട്ടിയിറക്കിയ ഒരു മനുഷ്യൻ. സാന്ദ്ര അമ്മയോട് പറയുകയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ നിരപരാധിത്വം സാറിന്റെ മുന്നിൽ തെളിയിക്കാൻ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ എന്റെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞ് കൈ നീട്ടുകയാണ് സാന്ദ്ര. ഗായത്രി അമ്മ കൈവയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഗായത്രി അമ്മയെ വന്ന് വിളിക്കുകയാണ്, അമ്മേ, രവിചന്ദ്രൻ സാർ വന്നിട്ടുണ്ട്. അമ്മയെ താഴേക്ക് ചെല്ലാൻ വിളിക്കുന്നു. മോളെ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സാന്ദ്രയോട് പറഞ്ഞിട്ട് താഴേക്ക് പോവുകയാണ് ഗായത്രി അമ്മ. പെട്ടെന്ന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സാന്ദ്ര ജോത്സ്യനെ കണ്ട് ഭയപ്പെടുകയാണ്. അന്നേരം സാന്ദ്ര ജോത്സ്യന് പണം കൊടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. സാന്ദ്ര പറയുകയാണ്, മൈ ഗോഡ്, ഇയാൾ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? ഇനി സ്വയം വന്നതാണോ അതോ രവിവർമ്മൻ സാറ് കൂട്ടിക്കൊണ്ടുവന്നതാണോ ഇയാളെ? ജാതകം തിരുത്തിയ കാര്യം സാറിനോട് പറഞ്ഞു കാണുമോ ഇയാള്? ജോത്സ്യന്റെ അടുത്തേക്ക് ഗായത്രി അമ്മയും എത്തുകയാണ്. രവിവർമ്മൻ പറയുകയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇത് ജോത്സ്യൻ പുരുഷോത്തമൻ. അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ ഈ ജ്യോത്സ്യനമ്മയ്ക്ക് പറഞ്ഞു തരും. എന്താ രവി നീ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകാൻ മൊത്തത്തിൽ ഒന്നേ ഉള്ളൂ അമ്മ. ഈ വിവാഹം നടന്നാൽ ഞാൻ മരിക്കില്ല. അത് ഇയാൾ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു പണിയായിരുന്നു. ജാതകം തിരുത്തിയതാണ്. ജാതകം തിരുത്താനോ? അതെ, എല്ലാം വിശദമായിട്ട് ഇദ്ദേഹം പറഞ്ഞു തരും. അതോടെ അമ്മയുടെ മനസ്സിലെ ചില ഭയങ്ങൾ മാറും, അതെനിക്ക് ഉറപ്പാണ്.
ജോത്സ്യരോട് കാര്യങ്ങൾ പറയാൻ പറയുകയാണ് രവിവർമ്മൻ. അന്നേരം ജോത്സ്യൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഗായത്രി അമ്മയോട് പറയുകയാണ്. ഇതെല്ലാം താഴെ നിന്ന് രാജ്മോഹനും ശ്രദ്ധിക്കുന്നു. സ്റ്റെപ്പിൽ നിന്ന് സാന്ദ്രയും കേൾക്കുകയാണ്. സാന്ദ്ര ആകെ നിന്ന് വിയർക്കുകയാണ്. സ്റ്റെപ്പിൽ നിന്ന് വിയർക്കുന്ന സാന്ദ്രയുടെ അടുത്തേക്ക് രേഖ എത്തുകയാണ്. സാന്ദ്രയെ ഒന്ന് നോക്കിയിട്ട് രേഖ ചോദിക്കുകയാണ്, ഹലോ മാഡം, എന്താ ഇവിടെ പരിപാടി? മുഖം കണ്ടിട്ട് നന്നായിട്ട് ഞെട്ടിയിട്ടുണ്ടല്ലോ. വിയർപ്പും തുടങ്ങി. അത് ഞാൻ പറഞ്ഞോളൂ. അത് പിന്നെ ഏത് പിന്നെയെന്ന് ചോദിക്കുകയാണ് രേഖ. അതെ, അധികം ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പറയാം കാര്യം എന്താണെന്ന്. താഴെ അവര് സംസാരിക്കുന്നത് മാഡം ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. റൈറ്റ് എന്ന് ചോദിക്കുകയാണ് രേഖ. ഏയ്, അങ്ങനെയൊന്നുമല്ല. അത് എന്റെ റിങ് ഇവിടെ എവിടെയോ ഊരി വീണു. ഞാനത് താഴെ ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. ആണോ? അതിന് ഇവിടെ നിന്നാൽ എങ്ങനെയാ? റിങ് സ്റ്റെപ്പിലൂടെ താഴോട്ട് ഉരുണ്ടുപോയി കാണും. താഴെ പോയി നോക്കാം, ഇറങ്ങിറങ്ങെന്നും പറഞ്ഞ് സാന്ദ്രയെ പിടിച്ചു വലിക്കുകയാണ് രേഖ. വേണ്ട മാഡം, അത് ഞാൻ പിന്നീട് നോക്കിക്കോളാം. ഇതൊരു ചെറിയ റിങ് ആണ്. ഓ, ഐ സി എന്ന് പറയുമ്പോൾ അവിടേക്ക് രഘുവും എത്തുകയാണ്. രണ്ടാളും ഇവിടെ എന്താ ബ്ലോക്കായി നിൽക്കുന്നത്? ഒന്ന് നടന്നേ, നമുക്ക് ചേട്ടായി കാണാമെന്ന് പറഞ്ഞ് രേഖയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് രഘു. സാന്ദ്ര പറയുകയാണ്, ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല. ചിലപ്പോൾ രേഖ മാഡം എന്നെ അവിടത്തേക്ക് വിളിക്കും. അതാപത്താണ് എന്ന് പറഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ് സാന്ദ്ര. പറയുകയാണ്, അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റാണ് ചെയ്തത്. അമ്മയുടെ ഈ മകന്റെയും മകൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെയും വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി പെൺകുട്ടിയുടെ ജാതകത്തിൽ ഞാൻ ജനന സമയം തിരുത്തി. ഇത് കേട്ട് രേഖ ചോദിക്കുകയാണ്, മൈ ഗോഡ്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് മാഡം. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിൽ വളരെ ചേർച്ചയുള്ളതാണ്. അപൂർവമായി ഇതുപോലെ ചേർച്ചയുള്ള ജാതകങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് രവിവർമ്മനും ഗായത്രി അമ്മയും രാജാറാമും ഒക്കെ. ഒരാൾക്ക് വേണ്ടി മറ്റേയാൾ ജനിച്ചതുപോലെ ചേർച്ചയുള്ള ജാതകങ്ങൾ. പക്ഷേ അരുതാത്തത് സംഭവിച്ചു. ഞാനാണ് കുറച്ചു പണത്തിന് വേണ്ടി ജാതകം തിരുത്തിയത്. എന്റെ അത്യാർത്ഥിക്ക് ദൈവം തന്ന ശിക്ഷയാണിതെന്നും പറഞ്ഞ് ഒടിഞ്ഞ കൈ ചൂണ്ടിക്കാട്ടുകയാണ് ജ്യോത്സ്യൻ. എന്റെ 12 വയസ്സ് പ്രായമുള്ള മകള് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഒരു ലോറി വന്നിടിച്ചു. തലനാരിഴയ്ക്കാണ് ഞാനും മോളും രക്ഷപ്പെട്ടത്. അതോടെയാണ് എന്റെ അകക്കണ്ണ് തുറന്നത്. ഇനിയും ആ തെറ്റ് മനസ്സിൽ പേറിക്കൊണ്ട് നടക്കാൻ എനിക്കാവില്ല എന്ന് തോന്നി സാറിനെ വന്ന് കാണുകയായിരുന്നു അമ്മേ. എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞ് എനിക്ക് മാപ്പ് തരണം അമ്മ.